ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് SSLC സ്റ്റുഡൻസിൻ്റെ കൺഗ്രാജുലേഷൻ പോസ്റ്റർ എങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. വിജയാശംസകൾ പോസ്റ്റർ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പോസ്റ്റർ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് PNG കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പിക്സൽ ലാബിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും നമ്മുടെ ചാനൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ടൈമുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് സൈസിൽ പോയിട്ട് നമ്മുടെ ഇമേജ് സൈസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഹൈറ്റ് ഒരു 1600 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ടിൽ പോവുക. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്കെയിൽ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ലെയറിൽ പോയിട്ട് ജസ്റ്റ് അതൊന്ന് ലോക്ക് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം കുറച്ച് ഡോട്ടുകളിലെ PNG ഉണ്ട്, ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പാസിറ്റിയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഒരു 29-30 വെച്ച് കൊടുക്കുന്നുണ്ട്. ടിക്ക് കൊടുക്കുക. ഇവിടെ പോയിട്ട് അതൊന്ന് കോപ്പി ചെയ്യുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ താഴത്ത് റൈറ്റ് സൈഡിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ലെയറിൽ പോയിട്ട് അത് രണ്ടും ലോക്ക് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിലില്ലാത്തൊരു ഷേപ്പാണ്. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധാ റെക്റ്റാങ്കിളിൽ ചെയ്യാം. ഞാനൊരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചെടുക്കുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കോപ്പി ചെയ്യുക. ഇവിടെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചെടുക്കുക. ഓക്കെ, ഗ്രിഡ് ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ലൈന് കറക്റ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ എടുക്കുക. ശേഷം ഒന്ന് കോപ്പി എടുത്തിട്ട് ഈ സൈഡത്തെ ഗ്രിഡ് ഒന്ന് ഇങ്ങോട്ട് നീക്കി കൊടുക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് പൊസിഷനിൽ പോയിട്ട് മൂവിൻ്റെ ഇത് കുറക്കുക. നീക്കി കറക്റ്റായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പൊസിഷനിൽ പോയിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ റൈറ്റ് സൈഡും. ഓക്കെ, അപ്പോൾ ആ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലെയറിൽ പോയതിന് ശേഷം നമുക്ക് ഗ്രൂപ്പ് ആക്കണം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. 4 ഷേപ്പും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ എടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഇത് കുറച്ച് കൊടുക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഡ്രാഗ് ചെയ്തിട്ട് ശേഷം ഇവിടെ വെച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം. ടെക്സ്റ്റിൽ പോവുക. ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാൻ കോഡ് ഓഫ് മില്ല് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നേരെ പിക്സൽ ലാബിലേക്ക് വന്നിട്ട് എഡിറ്റിൽ പോവാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് സെലക്ട് ആൾ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ SSLC എന്നുള്ളത് മാത്രമായിട്ട് നമുക്കൊന്ന് എറേസ് ചെയ്യണം. ഓക്കെ എടുക്കുക. ജസ്റ്റ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോണ്ടിൽ പോവുക.
റീസെൻ്റ്ലി ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, MLKV ഫോണ്ടാണ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. പക്ഷെ ഒന്ന് വലുതാക്കുക. എഡിറ്റിൽ പോവുക. ഒരു പേര് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് ഇവിടെ വെച്ചെടുക്കാം. ഓക്കെ, അതിൻ്റെ കളറൊന്ന് നമുക്ക് കളറിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇങ്ങനെ കളറിൽ പോയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. നമുക്ക് കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഈ ഒരു ഡാർക്ക് എടുത്തിട്ടുണ്ട്. ടിക്ക് കൊടുക്കുക. ശേഷം ഒന്നുകൂടെ കോപ്പി ചെയ്യുക, താഴത്തേക്ക് ഇട്ട് കൊടുക്കുക. എഡിറ്റിൽ പോവുക. സ്റ്റാർ പേര് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്റർ നിങ്ങൾക്ക് വേണ്ട അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുക. ഞാനൊരു മാറ്ററിൽ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. ശേഷം ഈ ഒരു പൊസിഷനിൽ പോയിട്ട് സെൻറ്റർ എലിമെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലത്തതും സെൻറ്ററായി കൊടുക്കുക. ടിക്ക് കൊടുക്കുക. ടെക്സ്റ്റിൽ പോയിട്ട് ന്യൂ ടെക്സ്റ്റിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SSLC എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഈ കളറ് ഈ ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ശേഷം സ്റ്റൈലിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കിയിട്ട് ടിക്ക് കൊടുക്കുക. നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതായി കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ഫോണ്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിന് സ്ട്രോക്കിൽ പോയിട്ടൊരു സ്ട്രോക്ക് കൊടുക്കുക. 7-8 റേഞ്ചിൽ സ്ട്രോക്ക് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. നമുക്ക് വിജയാശംസകൾ എന്നുള്ള PNG ആഡ് ചെയ്യണം. ഇമ്പോർട്ടിൽ പോവുക. ഈ PNG ഒക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരോട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ ഒരു വിജയാശംസകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് ചെയ്തെടുക്കുക. ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സൈസ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. ആണിങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളറിൽ പോയിട്ട് എനേബിൾ ചെയ്തിട്ട് ഗ്രേഡിയൻറ്റിൽ ഞാൻ ഈ ഒരു ഗ്രേഡിയൻറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം സ്ട്രോക്കിൽ പോയിട്ട് ഈ വൈറ്റ് കളറ് സ്ട്രോക്കും കൊടുക്കുന്നുണ്ട്. ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സെൻറ്റർ എലിമെൻറ്റ് കൊടുക്കുക. ടിക്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് താഴത്ത് ടെക്സ്റ്റിൽ പോവുക. നമുക്ക് വിഷേഴ്സ് അറിയിക്കണം ആരുടെ നെയിം ഇവിടെ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ലെയറിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ അങ്ങോട്ട് കൊണ്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് തെറ്റുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ബോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ കോപ്പി ചെയ്യാം. ഓക്കെ, ഡിസൈൻ പോയിന്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടും സെൻട്രൽ എലിമെൻ്റ് ആയി കൊടുക്കുക. നമുക്കിത് താഴത്ത് വന്നാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് അത് എനേബിൾ ചെയ്തിട്ട് ഈ കളർ നമുക്ക് വൈറ്റ് ആയി കൊടുക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായി കൊടുക്കുക. റൈറ്റ് സൈഡും ഫുള്ളാക്കിയിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ മൂന്നാമത്തെ ഓപ്ഷനിൽ പോയിട്ട് ടെക്സ്ചറിൽ പോയിട്ട് ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.